യോഗനിദ്രാമുദാരം നേരെ കൈക്കൊണ്ടു ലക്ഷ്മി കുളിർമുല പുണരും പത്മനാഭം ഭജേധ. പുരുഷാർത്ഥത്തെ സാധിപ്പാനായിക്കൊണ്ട് അഖില ജഗദാധാരഭൂതനായി സച്ചിദാനന്ദ സ്വരൂപനായി സത്യഭാമാവല്ലഭനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണന്റെ ശ്രീമൽപാദാരവിന്ദങ്ങളെ സർവകാലവും ഹൃദയകമല കർണിക മധ്യതിങ്കലമാർ വെച്ച് നിശ്ചല ഭക്തി പുരസരമാവും വണ്ണം ഉപാസിച്ചു കൊള്ളണം. കഥ പറയുക എന്ന് വരുന്ന സമയത്തിങ്കൽ വാക്കിന് മാധുര്യാദി ഷഡ്ഗുണങ്ങളുടെ പരിപൂർണത ഉണ്ടായിരിക്കണം. ആയത് ഒന്നിന്റെയും ലവലേശം പോലുമില്ല എങ്കിലും ഉഭയകുലപരിശുദ്ധന്മാരായി ഷൽക്കർമ്മനിരതന്മാരായി ശാസ്ത്രജ്ഞന്മാരായി വേദജ്ഞന്മാരായിരിക്കുന്ന മഹാബ്രാഹ്മണരെ കൊണ്ടും മറ്റു ഭക്തജനങ്ങളെ കൊണ്ടും നിറയപ്പെട്ട സഭാമധ്യത്തെ പ്രാപിച്ച് താൻ പഠിച്ച വണ്ണം പ്രസംഗിക്കുക എന്ന് വരുന്ന സമയത്തിങ്കൽ ഈശ്വരായവന്റെ ബുദ്ധി ഈശ്വര കഥയെങ്കിലല്ലോ ലയിച്ചത്. അത് ഹേതുവായിട്ട് ഇവന്റെ മേൽ ഗുണോത്കർഷം വർദ്ധിക്കട്ടെ എന്നിങ്ങനെ മഹാബ്രാഹ്മണരുടെയും മഹാജനങ്ങളുടെയും അനുഗ്രഹം ഉണ്ടാകുമെന്നത്രേ മൽഗുരുഭൂതന്റെ നിയോഗം. ഗുരുകാരുണ്യലക്ഷ്മി നിയോഗൽ. എങ്കിലോ പണ്ട് പാണ്ഡവന്മാർ കപടദ്യൂതത്തിങ്കൽ പരാജിതന്മാരായി നിശ്ചയമനുസരിച്ച് 12 സംവത്സരം വനവാസം 1 സംവത്സരം അജ്ഞാതവാസം എന്നിങ്ങനെ കഴിച്ചുകൂട്ടിയതിന്റെ ശേഷം ദുര്യോധനാദികൾ തങ്ങൾക്ക് അർഹതപ്പെട്ടിരിക്കുന്ന അർദ്ധരാജേന്ദ്രരില്ല എന്നറിഞ്ഞ് യുദ്ധോത്സാഹികളായിട്ട് വർത്തിക്കുന്ന കാലത്ത് ഒരു മഹാരാജാവായിരിക്കുന്ന ദുര്യോധനനും മധ്യമപാണ്ഡവനായി വില്ലാളിവീരനായിരിക്കുന്ന അർജുനനും ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനെ യുദ്ധത്തിന് ക്ഷണിപ്പാനായി കൊണ്ട് പുറപ്പെട്ട് ദ്വാരകാരാജധാനിയെ പ്രാപിഭൂതം ചെയ്തു. എന്നാൽ ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണന്റെ ഒരവസ്ഥയാകട്ടെ കാലേ തസ്മിൻ പ്രബുദ്ധ കില മധുമദനോ വീക്ഷ്യതിഷ്ഠന്തമഗ്രേ ജിഷ്ണും വ്യാവൃത്യ കണ്ഠം പുരുപതിമപി തം രത്നപീഠേ നിഷണ്ണം തൗ സർവജ്ഞോപ്യജാനന്നിവ കൃതകുശല പ്രശ്നൈഥം ബഭാഷേ കിം താദൃക്കാര്യമദ്യ സ്വയമുപഗമനാൽ ക്ലേശിതൗ യൽഭവന്തൗ. കാലേ തസ്മിൻ യാതൊരു കാലത്തിലാണോ കുരുമഹാരാജാവായിരിക്കുന്ന ദുര്യോധനനും മധ്യമപാണ്ഡവനായി വില്ലാളിവീരനായിരിക്കുന്ന അർജുനനും ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനെ യുദ്ധത്തിന് ക്ഷണിപ്പാനായി കൊണ്ട് പുറപ്പെട്ട ദ്വാരകാരാജധാനിയെ പ്രാപിഭൂതം ചെയ്തത്. ആ സമയത്തിലാകട്ടെ ഇപ്പൊ എന്തായി ഒരവസ്ഥ എന്നാണെങ്കിൽ ദുര്യോധനന്റെ ഭരണമാണല്ലോ. പ്രതിപക്ഷം എന്താ ചെയ്യണത് എന്ന വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയാലേ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനായി കൊണ്ട് സാധിക്കുള്ളൂ എന്ന് ദുര്യോധന മനസ്സിലായി. അതുകൊണ്ട് പ്രതിപക്ഷത്തിലിരിക്കുന്ന പാണ്ഡവന്മാരെന്താണ് ചെയ്യണത് എന്നറിയുവാനായി കൊണ്ട് ചാരപുരുഷന്മാരെ നിയോഗിച്ചു. ചാരപുരുഷന്മാർ മുഖേന അറിയാനായി കൊണ്ട് സാധിച്ചു പാണ്ഡവന്മാരെ യുദ്ധോത്സാഹികളായിട്ട് വർദ്ധിക്കണു. രാജാക്കന്മാരെല്ലാം യുദ്ധത്തിന് ക്ഷണിപ്പാനായി കൊണ്ട് ആരംഭിച്ചിരിക്കണു. ആയുധശേഖരങ്ങൾ തുടങ്ങിയിരിക്കണു. ഇങ്ങനെയുള്ള വർത്തമാനങ്ങളെ കേട്ട് ദുര്യോധന അതികുപിതനായിട്ട് പോച്ചു. ദേഷ്യം സഹിക്ക വയ്യാതെയുണ്ടായി. എന്നാൽ ഇതിനൊരു മാർഗം വേണം. അതിനാരുടെ അടുത്തേക്ക് പോവാ സംശയം ഉണ്ടായില്ല. അമ്മാവനായിരിക്കുന്ന ശകുനിയുടെ സമീപത്തിങ്കൽ ചെന്ന ഈ വാക്കുകളെ പറഞ്ഞ സമയത്തിങ്കൽ ആ ശകുനി ദുര്യോധനോട് പറഞ്ഞു, എന്നാൽ ഒട്ടും താമസിക്കേണ്ട, വേഗം യുദ്ധത്തിന് വേണ്ട തയ്യാറെടുപ്പൊക്കെ ആരംഭിച്ചോളൂ. രാജാക്കന്മാരെ ക്ഷണിക്കൂ, ആയുധങ്ങളൊക്കെ ശേഖരിക്കാൻ തുടങ്ങിക്കോളൂ, വേഗം അതിന് ആൾക്കാരെ പറഞ്ഞയച്ചോളൂ എന്നിങ്ങനെ അമ്മാവനായിരിക്കുന്ന ശകുനിയുടെ വാക്കു ഹേതുവായിട്ട് ദുര്യോധനൻ കർണാദികളെ ഈ ദൗത്യത്തിനായി കൊണ്ടുവന്ന യുഗത്തിന്റെ ശേഷം തിരിച്ച് അമ്മാവന്റെ സമീപത്തിങ്കൽക്ക് എത്തിയ സമയത്തിങ്കൽ ആ ശകുനി ദുര്യോധനോട് പറഞ്ഞു, ദുര്യോധന ഒരു കാര്യമുണ്ട്. എന്താ മാവ? അതെ, വേറൊന്നല്ല, ഒരാളെ ക്ഷണിക്കണം. ഇനി പറയാം മാവ ക്ഷണിക്കേണ്ടത്, പറഞ്ഞോളൂ. അത് വേറെ ആരുമല്ല, ശ്രീകൃഷ്ണനെയാണ് ക്ഷണിക്കേണ്ടത്. ആര്? കൃഷ്ണനെയോ? അതെ, കൃഷ്ണനെ ക്ഷണിക്കണം. ഉണ്ണി എന്താ അമ്മാവ പറയണത്? അമ്മാവനെന്ത് ഭക്ഷണം തന്നെയല്ലേ കഴിച്ചത്, അല്ലാതെ വേറൊന്നല്ലല്ലോ, മാറിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ?
എന്താ ഉണ്ണി എങ്ങനെ ചോദിക്കണത്? കൃഷ്ണനെ ക്ഷണിക്കണം. അത് പറയാൻ കാരണമുണ്ട്. കൃഷ്ണൻ പാണ്ഡവന്മാരുടെ പക്ഷത്തിൽ ചെന്നാൽ ശരിയാവില്ല. പിന്നെ കൃഷ്ണൻ കുറച്ച് ഉപദ്രവകാരിയും കൂടിയാ. അതുകൊണ്ട് കൃഷ്ണനെ നമ്മുടെ പക്ഷത്തിങ്കിലേ ആക്കിയാൽ പിന്നെ ഉപദ്രവം ഉണ്ടാവില്ല. നാം അവിടുന്ന് ആളെ പറഞ്ഞേക്കാം. ആളെ പറഞ്ഞേക്കാ. ഉണ്ണെന്നെ അവിടുന്ന് പുറപ്പെടണം. ഞാനോ കൃഷ്ണനെ ക്ഷണിക്കാനോ? കുരു മഹാരാജാവായിരിക്കണം ഞാൻ പുറപ്പെടണം എന്നാ പറയണേ. എന്താത്ര സംശയം? ഉണ്ണെന്നെ പുറപ്പെടണം. അമ്മാവൻ പറഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് വേറെ കാര്യമൊന്നുമില്ല. അങ്ങനെ എന്നാവാൻ നിശ്ചയിച്ച ഗുരു മഹാരാജാവായിരിക്കുന്ന ദുര്യോധനൻ അമ്മാവനായിരിക്കുന്ന ശകുനിയുടെ വാക്ക് ഹേതുവായിട്ട് ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനെ യുദ്ധത്തിന് ക്ഷണിപ്പാനെ കൊണ്ട് പുറപ്പെട്ടു. എങ്ങനെയാ പുറപ്പെട്ടത് എന്നാണെങ്കിൽ കിരീടഘടകാദി ആഭരണ വിഭൂഷിതനായിട്ടാണ് ദുര്യോധനൻ പുറപ്പെട്ടത്. തന്റെ കേമത്തരം കൃഷ്ണനെ കാണിക്കണം. അത് നല്ലോണം മനസ്സിലെത്തിയിട്ടാണ് ദുര്യോധനൻ വേണ്ട വിധത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചതും വിശേഷപ്പെട്ട ആഭരണങ്ങളൊക്കെ ധരിച്ച് പുറപ്പെട്ടിട്ടുള്ളത്. തന്റെ കേമത്തരം ഇനിയും കാണിക്കണമെങ്കിൽ ഇനി എന്താ വേണ്ടത്? സൈന്യബലത്തോടു കൂടി പൂവന്നെ നിശ്ചയിച്ച് ചതുരങ്ങളെ അയക്കുന്ന സൈന്യ സമൂഹത്തോടു കൂടിയിട്ടാണ് ദുര്യോധനൻ ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനെ യുദ്ധത്തിന് ക്ഷണിപ്പാനെ കൊണ്ട് പുറപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ദ്വാരകാരാജധാനികൾക്ക് എത്തിയ സമയത്തെങ്കിൽ അവിടെ ഉള്ളിലേക്ക് അവിടെ പ്രവേശിച്ചപ്പോ എന്തായി? എവിടെയാ കൃഷ്ണന്റെ ഭവൻ എന്ന് മനസ്സിലാവില്ല. നാലൊരു ഭവനിൽ കയറി ചോദിച്ചു, അതെ ഇവിടെ കൃഷ്ണൻ? അപ്പൊ പറഞ്ഞു, അയ്യോ ഇവിടെ 2 ദിവസം മുന്നേയിരുന്നു. 2 ദിവസം മുന്നേയിരുന്നോ? നാലടുത്ത ഭവനിൽ കയറി ചോദിക്കാം, അതെ കൃഷ്ണൻ ഇവിടെ ഉണ്ടോ? അയ്യോ ഇവിടെ ഇന്നലെ ആയിരുന്നു. ഇന്നലെ ആയിരുന്നോ? 16,008 അതേ കണക്ക് വെറുതെ എന്നാ വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോ ബോധ്യപ്പെട്ടു ദുര്യോധനൻ അല്ല അതുള്ള തന്നെയാണ്. നാലൊരു ഭവനത്തിൽ കൂടി ആവാം. അതെ കൃഷ്ണൻ ഇവിടെ ഉണ്ടോ? അയ്യോ ഇവിടെ 2 ദിവസം കഴിഞ്ഞിട്ടാ. 2 ദിവസം കഴിഞ്ഞിട്ടാ. ദുര്യോധനൻ പതുക്കെ ആ ഭവനത്തിന് പുറത്തിറങ്ങി നോക്കിയപ്പോഴാ ആൾക്കാരൊക്കെ ദുര്യോധനെ നോക്കണ്ട്. ഒരു പന്തിയില്ലാത്ത പോലെ ഒരുത്തൻ ഓരോ ഭവനത്തിലും, അത് സ്ത്രീകളും മാത്രമുള്ള ഭവനത്തിലും ഇങ്ങനെ കയറി ഇറങ്ങുന്നത് ദുര്യോധനന്റെ മോശമായി. ഇനി വേണ്ട, വേറെ ആരോടെങ്കിലും ചോദിച്ചപ്പോ കൃഷ്ണന്റെ ഭവനം എവിടെയാണ് എന്നാണ് ചോദിച്ചത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തന്മാരോടാണ് ദുര്യോധനൻ കൃഷ്ണന്റെ ഭവനം എവിടെയാണ് എന്ന് ചോദിച്ചത്. ഇപ്പൊ ശരിയാക്കി കൊടുക്കാൻ നിശ്ചയിച്ച് ദുര്യോധനെ വഴിതിരിച്ചു ആ ഭക്തന്മാര്. അങ്ങനെ ഭഗവാൻ ശയിക്കുന്ന പള്ളിയറയിലേക്ക് എത്തിയ സമയത്തെങ്കിൽ എന്തായി? കൃഷ്ണൻ ഉറങ്ങാണ്. ദുര്യോധനൻ വിചാരിച്ചു, കൃഷ്ണൻ ഉറങ്ങണ ആൾക്കാരെ എണീപ്പിക്കുക എന്നുള്ളത് അത്ര നല്ല കാര്യമില്ല. ഞാൻ എവിടെയായിരിക്കാൻ നോക്കിയപ്പോ ഒരു രത്നസിംഹാസനം കണ്ടു. അവിടെ തന്നെ എന്ന് പറഞ്ഞ കാലൊക്കെ കയറ്റി അങ്ങോട്ട് വെച്ചങ്ങോട്ട് ഗംഭീരമായിട്ടുണ്ട് ഇരുന്നു തന്റെ പ്രൗഢി കാണിക്കുവാനായിക്കൊണ്ട്. എന്നാൽ അർജുനന്റെ ഒരവസ്ഥ എങ്ങനെയായിരുന്നു എന്നാണെങ്കിൽ, അർജുനൻ ധർമ്മപുത്രൻ മഹാരാജാവിന്റെ ആജ്ഞപ്രകാരം ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനെ യുദ്ധത്തിന് ക്ഷണിപ്പാനായിക്കൊണ്ട് പുറപ്പെട്ട് വേഗം അങ്ങോട്ട് ഓടി അങ്ങോട്ട് ദ്വാരകയിലേക്ക് എത്തി. ഭക്തനുണ്ടോ സംശയം ഭഗവാൻ എവിടെയാണുള്ളത് എന്നറിയാതെ കണ്ട് വേഗം ഭഗവാൻ എവിടെയാണെന്ന് വെച്ചാൽ ഭഗവാന്റെ കാൽക്കലിക്ക് വന്ന് നിന്നു. തസ്മിൻ കാലേ ആ കാലത്തിലാട്ടെ ഭഗവാന്റെ ഒരവസ്ഥ എങ്ങനെയായിരുന്നു എന്നാണെങ്കിൽ, ഭഗവാൻ പ്രബോധക്കിലനായി ഉണർന്നു. ആരാ ഭഗവാൻ? മധുകയുടെ ഭാര്യയായിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഉണർന്നു. എന്താ ഉണർന്നു എന്ന് പറയാൻ കാരണം? ഭഗവാൻ ഉറങ്ങിയിട്ടില്ല, ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നു. അർജുനങ്ങൾ എത്തണം, അതിന്റെ കണ്ണക്കങ്ങൾ നോക്കി പിടിച്ചങ്ങോട്ട് കിടക്കണം. ആൾക്കാർക്ക് കണ്ട എന്താ തോന്നുക? ഭഗവാൻ നല്ല ഉറക്കത്തിലാണ്. ഭഗവാൻ ഉറങ്ങല്ല, കണ്ണക്കങ്ങൾ നോക്കി പിടിച്ചങ്ങോട്ട് കിടക്കുക. കാൽക്കലിക്കെത്തണം, എന്നാലേ നേരെ നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മധുകയുടെ ഭാര്യയായിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണൻ കണ്ണങ്ങളെ വിളിച്ചു നോക്കിയപ്പോ എന്താണത്? അഗ്രഭാഗത്തിങ്കൽ ദുഷ്ടനായിരിക്കുന്ന ആ വിഷ്ണുവിനെ ഭഗവാൻ കണ്ടു. മുമ്പിൽ തൊഴുതു നിൽക്കുന്ന അർജുനെ കണ്ടു. കണ്ട സമയത്തിങ്കൽ അർജുന നീ വന്നിട്ട് കുറച്ചു നേരമായോ? എന്താ അപ്പൊ ഇങ്ങോട്ട് വരാണ്ടായിട്ടുള്ള കാരണം? അപ്പൊ അവിടെ അർജുനൻ കൈ കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതെ ഞാൻ ഏട്ടൻ വന്നിട്ടുണ്ട്. ആരെ? യുധിഷ്ഠിരനോ? അല്ല. പിന്നെ ഭീമനോ? അല്ല, മറ്റേ ജ്യേഷ്ഠൻ. അർജുന മറ്റേ ജ്യേഷ്ഠനോ? ആരാ അർജുന? ഞാനറിയാത്തൊരു ജ്യേഷ്ഠൻ. ദുര്യോധന ജ്യേഷ്ഠൻ. ദുര്യോധനൻ വന്നിട്ടോ? വ്യാവൃത്യ കണ്ഠം കുരുപതിമപീതം രത്നപീഠേ നിഷണ്ണം വീക്ഷ. കണ്ഠത്തെ വ്യാപരിച്ചിട്ട് രത്നപീഠത്തിങ്ങൾ നിഷണ്ണായിരിക്കുന്ന കുരുപതിയെയും വീക്ഷിച്ചു ഭഗവാൻ. കഴുത്തൊന്നും കൂടി തിരിച്ചങ്ങോട്ട് പിടിച്ചങ്ങോട്ട്
അർജുനോടും ചോദിച്ചു, അർജുന നീയും എന്താ ഇപ്പം ഇങ്ങോട്ട് വരാണ്ടായിട്ടുള്ള കാരണം? ഭഗവാൻ എങ്ങനെയുള്ള ആളാണ് എന്നാണെങ്കിൽ സർവജ്ഞാണെങ്കിലും അജാനൻ എന്ന പോലെ കൃതകുശല പ്രശ്ന. ഭഗവാൻ അവരോട് കൃതകുശല പ്രശ്നം ചെയ്തു. സകല പരമാർത്ഥങ്ങളും അറിയാമെങ്കിലും ഭഗവാൻ രണ്ടുപേരോടും കൃതകുശല പ്രശ്നം ചെയ്തു. ഒന്നും അറിയാത്തവനെ പോലെ കൃതകുശല പ്രശ്നം ചെയ്തു. എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖല്ലേ? നിങ്ങൾക്ക് സുഖല്ലേ? എന്താ ഇപ്പൊ രണ്ടുപേരും കൂടി എന്നെ കാണാനായി കൊണ്ടുവരാണ്ടായിട്ടുള്ള കാരണം? ഇപ്രകാരമുള്ള വാക്കുകളെ ഭഗവാൻ വാഗ്ദാനം ചെയ്തു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, സ്വയമുപഗമനാൽ ക്ലേശിതൗ യൽ ഭവന്തൗ. ഭവാന്മാര് സ്വയമുപഗമനം കൊണ്ട് ക്ലേശിതന്മാരാവാൻ തക്കവണ്ണം താതൃക്കായിരിക്കുന്ന എന്തൊരു കാര്യമാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ രണ്ടാളും കൂടി എന്നെ കാണാനായി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്നെ മധ്യസ്ഥതയിങ്കൽ വെച്ച് എന്തോ കാര്യം സാധിപ്പിക്കാനായി കൊണ്ടുണ്ട് എന്ന് എനിക്ക് നല്ലോണം സംശയം തോന്നുന്നുണ്ട്. എന്താ ഉണ്ണി അർജുന, ദുര്യോധന, എന്താ ഇപ്പൊ ഇങ്ങോട്ട് രണ്ടുപേരും കൂടി എന്നെ കാണാനായി കൊണ്ടുവരാണ്ടായിട്ടുള്ള കാരണം? അപ്പോ ദുര്യോധനൻ പറഞ്ഞു, ഞാൻ അങ്ങ് കൃഷ്ണനെ യുദ്ധത്തിന് ക്ഷണിപ്പാനായി കൊണ്ടുവന്നതാണ്. അപ്പൊ അർജുനനും പറഞ്ഞു, ഞാനും അങ്ങയെ യുദ്ധത്തിന് ക്ഷണിപ്പാനായി കൊണ്ടുവന്നതാണ്. അപ്പൊ നിങ്ങൾ രണ്ടാളും കൂടി എന്നെ യുദ്ധത്തിന് ക്ഷണിപ്പാനായി കൊണ്ടുവന്നതാണല്ലേ? ഇങ്ങനെ ആ ദുര്യോധനും അർജുനനും ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയോട് ആഗമന ഉദ്ദേശത്തെ പറഞ്ഞ സമയത്തെങ്കിൽ ആ ദുര്യോധനൻ പരിഭ്രമായി. എന്താ വേണ്ടതെന്ന് ആലോചിച്ചു. പക്ഷെ സംശയമൊന്നും ഉണ്ടായില്ല. ഭഗവാൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അത് അതേപോലെ തന്നെ നടന്നു. എന്താ ആ ഭക്തോത്തമനായിരിക്കുന്ന അർജുനൻ ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനെ സ്വീകരിച്ചു. ഭഗവാനെ എനിക്ക് അങ്ങനെ മാത്രം മതി, എനിക്ക് വേറെ സൈന്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ സമയത്തേക്ക് സന്തോഷായ ദുര്യോധനൻ പറഞ്ഞു, ആ കൃഷ്ണ ആ 10 കോടി സൈന്യം എനിക്ക് തന്നോളൂ. ഇങ്ങനെ രണ്ടുപേർക്കും തുല്യമായ തരത്തിൽ ആ ഭഗവാൻ യുദ്ധത്തിന് സഹായിക്കാമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ആ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേർക്കും ചെയ്തു കൊടുത്തു. ഇങ്ങനെ ആ ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനാവട്ടെ പാർത്ഥസാരഥിയായിട്ട് ഭവിച്ചു. യാതൊരു ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനോ ഭവാന്മാരെ രക്ഷിക്കട്ടെ. കളവേണുരവ കളായ നീല കമലാചുംബനലംബടോതിരമ്യ അടികോ കൈവാരവിന്ദ മധ്യേ രമതാം മേ ഹൃദി ദേവകീ കിശോരാ.